മഹാക്ഷേത്രം, നിലമ്പലം മഹാക്ഷേത്രം പോയി മേടിച്ചതാണ്. ആരാ പോയി മേടിച്ചത്? NSSന് വേണ്ടി. ബാലകൃഷ്ണൻ സാർ അറിഞ്ഞില്ല. ആരാണ് പോയി പ്രമാണം എഴുതിപ്പിച്ചത്? ഇവിടെ എല്ലാ ഹിന്ദുക്കളെയല്ലേ അത്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഇവിടുത്തെ മുഴുവൻ ഹിന്ദു വിശ്വാസികളെയാണ് ക്ഷേത്രം. NSSന് മാത്രം കൊടുക്കാനില്ലെന്ന് ഞങ്ങൾ കേസ് പറഞ്ഞു. മന്ത്രിയായി ചർച്ച ചെയ്തപ്പോ പറഞ്ഞത് 50% മറ്റ് സമുദായത്തിന് കൊടുക്കാം. മനസ്സോട് പറഞ്ഞില്ലേ? അവരുടെ കൂടെ ചില പൈസ ഇടുന്നതല്ലേ? NSSന് മാത്രമാണോ പൈസ? ആ നിലപാടില്ലേ പ്രിയപ്പെട്ട മന്ത്രി എടുത്തത്? അത് തുടങ്ങിയതാണ്. ഇവിടുന്ന് കുറെ ആശമാര് പോയിരിക്കുന്നു. പൊതുപ്രവർത്തനം കോൺഗ്രസിന്റെ സീറ്റ് മത്സരിച്ചിട്ട് പോയിരിക്കുവാണ്. ഇത് മറ്റാർക്കും കൊടുക്കരുത്. ഇത് NSSന് മാത്രം വേണമെന്ന്. 50% മറ്റ് സമുദായം ഇവിടെ മറ്റാരെല്ലാം ഇല്ലേ? ഈഴവ സമൂഹമില്ലേ? വിശ്വകർമ്മയില്ലേ? ചിത്രാനില്ലേ? APMS ഇല്ലേ? അങ്ങനെ ഒട്ടനവധി ഹിന്ദു നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ അവരുടെ ചെല്ലി പൈസ കൊണ്ട് ഇടുന്നത്. ഇവിടുന്ന് കുറെ ആളുകൾ പോയല്ലോ, ഇപ്പൊ മത്സരിച്ചല്ലോ 12 വാർഡിലൊക്കെ ഇന്ന്. പൊതു സേവനമാണ്. ഞങ്ങൾ ഒറ്റ കാര്യം പ്രിയപ്പെട്ട മന്ത്രിയോട് പറഞ്ഞോളൂ, ഇതിന്റെ പകുതി അവകാശം മറ്റ് സമുദായത്തിലൂടെ കൊടുക്കണം. ഞങ്ങൾ ഒഴിയാം. ആ നിലപാട് പ്രിയപ്പെട്ട മന്ത്രി എടുത്തില്ലേ? കോടതിയിലും അറിയിച്ചില്ലേ? R. ബാലകൃഷ്ണൻ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. R. ബാലകൃഷ്ണൻ സാർ ഉണ്ടായി ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള NSS ആണിത്. എല്ലാവരും ഇന്ന് ഒരു വാർത്തയിലൊക്കെ കയറിയിരിക്കുന്നല്ലോ. R. ബാലകൃഷ്ണൻ സാർ 10-60 വർഷം കഷ്ടപ്പെട്ട് പിന്നെ ഈ സ്വത്തുക്കളെല്ലാം ഉണ്ടായിട്ട് ഒരു ചില്ലി പൈസ പിരിച്ചിട്ടില്ല. മനസ്സിലാക്കണ്ടേ? ഈ കലവക്കട്ടത്ത് നോക്കിയെന്നാണ് പറയുന്നത്. ഇതെല്ലാം അനുഭവിച്ചിട്ട് ശത്രുവശത്ത് നിന്ന് ആക്രമിക്കാൻ നിൽക്കുക. അതിനൊക്കെ എന്തെല്ലാം ദുരന്തങ്ങൾ അതിജീവിച്ചതാണ് പ്രിയപ്പെട്ട മന്ത്രി. തെരഞ്ഞെടുപ്പിൽ എന്നെ രാവിലെ വിളിക്കുന്നു. കാരണം മനോജ് ഇവിടെ നിൽക്കണ്ടല്ലോ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊട്ടാരിക്കര വരെ വരണം. മൈക്കിൽ കൂടെ പറയാതെ പോകുന്നത് ശരിയല്ല. ഞാൻ അവിടെ ചെന്നപ്പോ ഇവിടുത്തെ മുൻ മെമ്പർ അവിടെ ഇരിപ്പുണ്ട്. R. ബാലകൃഷ്ണൻ സാർ ഒറ്റ കാര്യം പറഞ്ഞേ, ഇവന്റെ ഒരു ആഗ്രഹമാണ്. ഇവന്റെ ഒരു ആഗ്രഹമാണ്. 3 നിന്ന് തോറ്റതിന് മുമ്പ് ഇവരൊരു ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞു സാർ ഇത് വേണോ? അപ്പം MLA നല്ലോണം ഇടപെട്ടുകൊണ്ടിരിക്കുവോ? ഞങ്ങൾ പരസ്യമാണല്ലോ പറയുന്നത്. അന്ന് കൂടെ വന്ന ഒട്ടനവധി ആളുകൾ മരിങ്ങാട്ട് ഡ്രൈവർ ഉൾപ്പെടെയുള്ള താമസിക്കുന്ന സ്ഥലമാണ്. ഞാൻ പറയാം സാറ് വേണം പോട്ടെ, അവന്റെ ഒരു ആഗ്രഹമല്ലേ. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിന്ന് മത്സരിച്ചു. മനസ്സിലായില്ലേ? വാർഡിന്റെ പ്രവർത്തനമൊന്നും പറയുന്നില്ല. ഞങ്ങൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആക്കി. ഇടതുപക്ഷ വോട്ട് ചെയ്ത് വൈസ് പ്രസിഡന്റ് ആക്കി. അതിന് കേരള കോൺഗ്രസിന്റെ നേതാവ് സുനിൽ വന്നിരുന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വേണം വൈസ് പ്രസിഡന്റ്. അങ്ങനെ സുനിൽ പറയുമെങ്കിൽ MLA ഇടപെടിയില്ലാതെ സുനിലിന് പറയാൻ പറ്റും. ഞങ്ങൾ വീതം വെച്ചെടുത്തില്ല, വൈസ് പ്രസിഡന്റ് ആക്കി. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായി വോട്ട് പിടിച്ചു. ഞാൻ 3 വട്ടം ചെന്ന് പറഞ്ഞു, പ്രായമൊക്കെ ഇരിക്കുമല്ലേ, ആർക്ക് വോട്ട് പിടിക്കണം? 2 കൂട്ടർക്കും പിടിക്കണ്ട. UDF വേണ്ട, ഞങ്ങൾക്ക് പിടിക്കണ്ട. ഇതാണ് അവസാനിപ്പിക്കുന്നത്. ഇവിടെ വന്ന് UDF വോട്ട് പിടിക്കും. LDF പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ട് ഈ റോഡിന്റെ വികസനം എല്ലാവരും കൊടുത്ത MLA കണ്ടല്ലേ. അങ്ങനെ ഒട്ടനവധി. പിന്നെ ഇവിടെ പറഞ്ഞു അത് ഞാൻ NSS അംഗമല്ലെങ്കിൽ ഒരു വാക്ക് പറയാതെ ഞാൻ പോകുന്നില്ല. പ്രിയപ്പെട്ട മന്ത്രി അത് ഞാൻ അമ്പലത്തിലെ പ്രശ്നം തീർത്താണ് വേറൊരു കുറ്റം ഞാൻ ചെയ്തത്.